ഇന്ന് ഉച്ചക്കത്തേക്ക് നോക്കുമ്പോൾ പച്ചക്കറികളൊന്നും ഇല്ല കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യല്ല വിചാരിച്ചിട്ട് ഞാനെന്താ മുറ്റത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ചീരൻ്റെ ഇല എടുത്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അതായിട്ടില്ല കേട്ടോ, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞോട്ടെ വിചാരിച്ചിട്ട് ഇതാ ഞാനൊരു പാത്രമൊക്കെ ആയിട്ട് ഇതാ മുറ്റത്തേക്ക് നമ്മൾ തൊടുക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതൊരു തരം ചീരയാണ് കേട്ടോ. അപ്പോൾ ചീര അങ്ങനെ എന്താണ് ഈ ഒരു ചീരൻ്റെ പേർക്ക് ഇപ്പോൾ വോയിസ് കൊടുക്കുന്ന നേരത്തെ കിട്ടണില്ല കേട്ടോ ഈ ഒരു ചീരൻ്റെ പേര്. അപ്പോൾ അത് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട് അതൊക്കെ ഇതാ താത്തി നല്ല വളർന്നിട്ടുണ്ട് കേട്ടോ. താത്തിയപ്പോൾ അത് പൊട്ടിപ്പോയിട്ടുണ്ട് ഒരു കൊമ്പ്. ഒരു നമ്മൾ പൂളക്കൊമ്പിൻ്റെ മാതിരിയാണ്, പെട്ടെന്ന് ഇങ്ങോട്ട് പൊട്ടി പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതായിമൊന്ന് ഒരു കൊമ്പെടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കാം കേട്ടോ. ഇന്നാണ് എനിക്ക് തീരെ സുഖമില്ലാത്തൊരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. സൗണ്ടൊക്കെ പോയി, തൊണ്ടവേദനയും ഇതൊക്കെ ആയിട്ട് വലിയ സുഖമൊന്നുമില്ല. അപ്പോൾ വേണ വെച്ചിട്ടുള്ളൊരു ദിവസമായിരുന്നു ഒന്ന്. അപ്പോൾ ഇതൊക്കെ ചീര ഞാൻ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്, കണ്ടില്ല, നല്ലോണം പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല പൊടിയുള്ള കാലൊക്കെ ആയതുകൊണ്ട് എലമലൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലോണം കഴുകി എടുത്തതിന് ശേഷം ഇതൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ചീര ഞാൻ വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ, അതിൻ്റെ ഒരു കട്ടിപ്പും കാര്യങ്ങളൊക്കെ പോകാനും വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചീര ഉണ്ടാക്കിയാൽ ഒരു കട്ടിപ്പ് ഇക്കാരം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ ഒരു കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോവോളം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ അത് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഉച്ചക്കത്തേക്കുള്ള ചോറ് ഇതാ ഗ്യാസ് മേലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വേവുള്ള അരിയല്ല കേട്ടോ, നല്ല വേവുള്ള അരിയാണ്. നമ്മളെ കുക്കർ കേടുവന്നതുകൊണ്ട് ഞാൻ കുടുക്കൽ തന്നെയാണ് വെച്ച് കൊടുക്കാണ്ട്. പിന്നെ മുറ്റത്ത് ഇപ്പോൾ ഞാൻ അടുപ്പ് വിട്ടാൻ കിണറിൻ്റെ ഭാഗത്ത് അടുപ്പ് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഞാൻ തീ പിടിപ്പിക്കലും ഇല്ല. അപ്പോൾ ഞാൻ ഗ്യാസ് മേലെ ചെറിയ തീയിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞ് 1 മണിക്കൂറോളം ഗ്യാസ് കത്തണം. അപ്പോൾ ഏതായാലും ഞാൻ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാ. ഇനി ചീരൊക്കെ ഒന്ന് വെള്ളത്തിൽ കിടന്ന് കറൊക്കെ പോയിട്ട് വേണം ചോറൊക്കെ ഒന്ന് വെന്ത് റെഡി ആവണം. അപ്പോൾ ഞാൻ ഏതായാലും ഇത് ബാക്ക് ഭാഗം മുറ്റടിച്ചേരി ഫ്രണ്ട് ഭാഗം അടിച്ചു തരാൻ പോയിട്ടില്ല. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അടിച്ചു കയറിയിട്ട് സുഖമില്ലാതായിട്ട് അടിച്ചു കയറിയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാടുണ്ട്. ഫ്രണ്ട് ഭാഗം മക്കൾ എങ്ങനെയും തട്ടിയൊപ്പിച്ച് അടിച്ചു വാരുട്ടാ. ബാക്ക് ഭാഗം ഇതാ ഞാനൊന്ന് അടിച്ചു വരെ എടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ മുന്നിൽ കൂടി ഒരാൾ പോകണുണ്ടല്ലേ. അങ്ങനെ അടിച്ചു വാരി കൂട്ടിയിട്ട് 2 ഭാഗത്തും ഒന്ന് തീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ അത് പിന്നെ നായ്ക്കളൊക്കെ വന്ന് കിടന്നിട്ട് തീരുമാനമാക്കുകയും. അപ്പോൾ തീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെയുള്ള അടുപ്പൊക്കെ കണ്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കുക, അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ചമ്മന്തി ആക്കി എടുത്തിട്ട് നമ്മളെ ചീരൻ്റെ ഇല കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ചമ്മന്തിയും കൂടി മിക്സ് ആക്കി കൊടുത്താൽ നമ്മളെ ചീരൻ്റെ ഇല റെഡി ആവട്ടെ. നല്ല വേവുള്ളൊരു ഇലയാണ് ഇട്ടത്. പിന്നെ അതൊക്കെ നമ്മൾ മത്തിയും കൂടി പൊരിച്ചെടുത്ത് കണ്ട ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ.